മുരളിച്ചേട്ടൻ്റെ ഓർമ്മകളുമായി ഒരുപാട് സിനിമകളിൽ മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള അഭിനേത്രി ഊർമിള ഉണ്ണി. ഏത് സിനിമ അഭിനയിക്കുമ്പോഴും ഏത് കഥാപാത്രം അഭിനയിക്കുമ്പോഴും മുരളിയേട്ടൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഗ്ലിസറിൻ ഉപയോഗിക്കില്ല കണ്ണ് നിറയണമെങ്കിൽ. മനസ്സ് വിചാരിക്കുമ്പോൾ തന്നെ കണ്ണിലിങ്ങനെ വെള്ളം നിറഞ്ഞു വരുന്നത് പോലെ കാണാം. ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു എനിക്ക്. ആദ്യമായിട്ട് ഞാൻ ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ എന്ന് പറഞ്ഞ സിനിമയിലാണ് ഞാൻ മുരളിയേട്ടനും ജോഡിയായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ വളരെ സീനിയറായിട്ടുള്ള ഒരു നടൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ എനിക്ക് നല്ല പേടിയായിരുന്നു. പക്ഷേ എന്നെ വളരെ കംഫർട്ടബിൾ ആക്കിയിരുന്നു അദ്ദേഹം. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, എങ്ങനെയാണ് ഇങ്ങനെ കണ്ണ് നിറയ്ക്കാൻ കഴിയുന്നത് മനസ്സിൽ. അതിനുശേഷം ഞങ്ങൾ വേറെ പല സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് മുരളിയേട്ട ഇങ്ങനെ മനസ്സ് വിചാരിക്കുമ്പോൾ കണ്ണുനീര് വരുന്നത് എന്ന് ചോദിക്കും. അപ്പം മുരളിയേട്ടൻ പറഞ്ഞൊരു വാചകമുണ്ട്, ഹൃദയം കൊണ്ട് ജീവിക്കുന്നവർക്ക് കണ്ണ് നിറയെ ഊർമിളയെന്ന്. അത് വലിയൊരു പാഠമായിരുന്നു. അതായത് ഹൃദയം കൊണ്ട് ജീവിച്ചാൽ മാത്രം പോരാ, അഭിനയിക്കുമ്പോഴും നമ്മൾ ജീവിക്കുകയാണല്ലോ. അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഓരോ കഥാപാത്രം ആകുമ്പോഴും നമ്മൾ അതിൻ്റേതായ ആ കഥാപാത്രമായി മാറുമ്പോൾ അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് കണ്ണ് നിറയേണ്ട സ്ഥലത്ത് കണ്ണ് നിറഞ്ഞിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് ഭയങ്കര ഒരു പാഠമായിരുന്നു അത് കേട്ടോ. ഈ ജനകീയ സിനിമ രണ്ടാമത്തെ അറിയപ്പെട്ട സിനിമ ഏതായിരുന്നു? പഞ്ചാഗ്നി. അഭിനയിക്കുന്നത് മീനമാസത്തിലെ സൂര്യനാണ്. മീനമാസത്തിലെ സൂര്യൻ അഭിനയിച്ചു. പക്ഷെ വന്നത് റിലീസ് ചെയ്തത് പഞ്ചാഗ്നിയാണോ? മീനമാസത്തിലെ സൂര്യനിനകത്ത് അഭിനയിക്കാനുള്ള അവസരം കിട്ടിയത് അതും ഇതുപോലെ രസകരമായ അനുഭവമാണ്. അത് 4 പേരാണ് തൂക്കിലേറ്റപ്പെടുന്നത്, അറിയാമല്ലോ. പിന്നെ നമ്മുടെ വേണുനാഗവള്ളി, പിന്നെ കക്ക രവി, വിജയ് മേനോൻ, 4-ാമൻ കഥാപാത്രം മുരളിയാണ് അവതരിപ്പിച്ചത്. മമ്മൂട്ടി അഭിനയിപ്പിക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ്. പക്ഷെ ആ സമയത്ത് അദ്ദേഹത്തെ കിട്ടാതെ വരികയും നടക്കില്ല എന്ന് ബോധ്യമാവുകയും ചെയ്തപ്പോൾ ഗോപിച്ചേട്ടനാണ് മുരളിയുടെ പേര് സജസ്റ്റ് ചെയ്യുന്നത്. കാരണം ഗോപിച്ചേട്ടൻ മീനവാസിലെ സൂര്യനിൽ ഒരു വേഷം ചെയ്യുന്നുണ്ട്. അപ്പോൾ 4-ാമനെ കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ലെനിനോട് മുരളിയുടെ പേര് സജസ്റ്റ് ചെയ്യുന്നത് ഗോപിച്ചേട്ടനാണ്. കാരണം ഗോപിച്ചേട്ടൻ്റെ പടത്തിൽ ആദ്യം അഭിനയിച്ച ആളല്ലേ. അപ്പോൾ ഗോപിച്ചേട്ടൻ മനസ്സിലായി. ചിദംബരത്തിനകത്ത് അത് പിന്നീടാണ്. ചിദംബരത്തിൽ ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്, അത് പിന്നീടാണ്. അത് മുരളി താമസിക്കുന്ന ലോഡ്ജിൽ വെച്ച് തന്നെ വീട്ടിൽ പോയി ഷൂട്ട് ചെയ്തത്. ആ ലോഡ്ജിൽ കടമ്പനൊക്കെ താമസിക്കുന്ന പൈപ്പമുട്ടിൽ ലോഡ്ജിൽ തന്നെയാണ് ചെയ്തത്. പി ശ്രീകുമാർ ഡയറക്ട് ചെയ്തിരുന്ന ഒരു പടം അസ്ഥികൾ പൂക്കും പിന്നെ വന്നു. പിന്നെ അപ്പോഴത്തേക്ക് അറിയപ്പെടുന്ന നടനായിപ്പോയി. ഇത് മുരളിയെ കാസ്റ്റ് ചെയ്യാൻ പറയുന്നു. അപ്പോൾ വിളിക്കാൻ പറയുന്നു. മുരളി ലൊക്കേഷനിൽ ചെന്നു. ഈ നമ്മുടെ പ്രൊഡ്യൂസർക്ക് തീരെ ഇഷ്ടമായില്ല. മീനവാസത്തിലെ പ്രൊഡ്യൂസർ തീരെ ഇഷ്ടമായില്ല. അപ്പോൾ പ്രൊഡ്യൂസറും ലെനിനും ഒക്കെ ആയിട്ട് സംസാരിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച്. അപ്പോൾ മുരളിക്ക് സംഭവം മനസ്സിലായി. മുരളി പെട്ടിയെടുത്തു നേരെ പോന്നു. ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ആൾ വരുന്നു. അപ്പോൾ ലെനിൻ രാജേന്ദ്രൻ പറഞ്ഞു, അയാളെ വെച്ചേ ഞാൻ ചെയ്യുന്നുള്ളൂ, അയാൾ തന്നെ വേണം, എങ്കിലേ സിനിമ ചെയ്യുന്നുള്ളൂ എന്ന് വാശിയായി. അങ്ങനെയാണ് മുരളിയെ ബസ് സ്റ്റാൻഡിൽ നിന്ന് തിരിച്ച് വിളിച്ചുകൊണ്ട് പോയതാണ് മീനവാസത്തിലെ സൂര്യനിൽ അഭിനയിക്കാൻ.